ഉപതെരഞ്ഞെടുപ്പ് തോൽവിയോടെ ഭരണം കൂടുതൽ ജനകീയമാക്കാനായിരിക്കും ഇനി LDFന്റെ ശ്രമം. വന്യജീവി പ്രശ്നമടക്കം പരിഹരിക്കാൻ സർക്കാർ കൂടുതൽ ഇടപെടലുകൾ നടത്തിയേക്കും. ഏതായാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം LDFനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഈ രാഷ്ട്രീയം കൂടുതൽ ശക്തമത്തായി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ ഉള്ളടക്കമുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കേരളത്തിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിൽ തോറ്റെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വിപിൻ സി വിജയനുണ്ട് നിലമ്പൂരിൽ നിന്ന് വിശകലനവുമായി. വിപിൻ, വലിയൊരു വിജയമൊന്നും പ്രതീക്ഷിച്ചല്ല ഇടതുമുന്നണി കളത്തിലിറങ്ങിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ പോളിംഗിന് ശേഷമുള്ള കണക്കുകളിൽ 2000 താഴെയെങ്കിലും വോട്ടിന് എം സ്വരാജ് വിജയിക്കുമെന്നതായിരുന്നു LDFന്റെ ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ, അല്ലെങ്കിൽ അവരുടെ കാൽക്കുലേഷൻ അങ്ങനെയായിരുന്നു. തുടക്കം മുതൽ നോക്കിയാൽ പ്രചരണത്തിൽ എങ്ങും പാളിച്ചയില്ല. സ്ഥാനാർത്ഥി സ്വരാജ് ആയതോടുകൂടി വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകരിറങ്ങുന്നു, നേതാക്കളെല്ലാം ക്യാമ്പ് ചെയ്യുന്നു. ഈ പ്രചാരണമെല്ലാം നടത്തിയിട്ടും വിഷയങ്ങൾ തിരഞ്ഞെടുത്തതിൽ, അല്ലെങ്കിൽ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തതിൽ, നിലമ്പൂരിന്റെ യഥാർത്ഥ വിഷയങ്ങൾ തിരിച്ചറിയുന്നതിൽ LDFന് പാളിയോ? തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായില്ലെങ്കിൽ, ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇനിയും ബോധ്യപ്പെടുത്തുമെന്ന എം സ്വരാജിന്റെ വാക്കുകൾ ഈ വിഷയം തിരഞ്ഞെടുത്തതിലെ, അല്ലെങ്കിൽ ജനങ്ങളോട് സമ്മതിക്കുന്നതിലെ വീഴ്ച തുറന്നു സമ്മതിക്കുന്നതാണോ? LDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിക്കുന്ന, കണ്ണു തുറക്കേണ്ട ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പാർട്ടി ചിഹ്നത്തിൽ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നിലമ്പൂരിൽ ഇറക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചെറിയ ഒരു മാർജിനിലാണെങ്കിൽ പോലും ഒരു വിജയം, അങ്ങനെ 2026-ൽ മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളതായിരുന്നു CPM ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അത് അതൊരു തോൽവിയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ തവണ 2021 ഉണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ ആ ലീഡ് ഉയർത്തുക, ഒപ്പം തന്നെ PV അൻവർ UDFന്റെ വോട്ടുകൾ പിടിക്കുമെന്നുള്ള ഒരു വിശകലനം തന്നെ CPMനെ സംബന്ധിച്ച് അത് പരാജയപ്പെട്ടു. ഇപ്പോൾ PV അൻവർ പിടിച്ചിരിക്കുന്നത് അത് LDFന്റെ വോട്ടുകളാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. കാരണം കൂടുതൽ വോട്ടുകൾ UDFന്റെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് PV അൻവർ പിടിച്ചത് എന്നുണ്ടെങ്കിലും അവർക്ക് അത് നിലനിർത്താൻ സാധിക്കുകയും ഒപ്പം LDFന്റെ വോട്ടുകളിൽ കാര്യമായ ചോർച്ച ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താണ് ഇതിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു വലിയ ചർച്ച തന്നെ CPMൽ ഇത് ഉണ്ടാകും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. കാരണം വന്യമൃഗശല്യം അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇവിടെ ഏറ്റവും ഒരു രൂക്ഷമായ പ്രശ്നമായിരുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പോരാട്ടം ആണ് ആദ്യം മുതൽ തന്നെ CPM പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നുള്ളത് ഒരു ശങ്കയില്ലാത്ത വിധം തന്നെ എല്ലാ നേതാക്കളും പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെ രാഷ്ട്രീയ പോരാട്ടം നടത്തിയപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി വളരെ പിന്നിലാവുകയും 11,000 പുറം വോട്ടുകൾക്കാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. എം സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ പോലും ഒരു ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത്, നഗരസഭയിലടക്കം ഒരു 4,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുന്നത് LDFനെ കഴിഞ്ഞ 2 തവണയും വലിയ രീതിയിൽ തുണച്ച ഒരു നഗരസഭയാണ്. 4,000 വോട്ടിന് UDFന്റെ ഒപ്പം നിന്നപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള UDFന്റെ ഇതുവരെയുള്ള ആരോപണങ്ങൾക്ക് ബലം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് കണ്ട് അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്കായിരിക്കും CPM ഇനി ഊന്നൽ നൽകുക എന്നുള്ള കാര്യം തീർച്ചയാണ്. ഗൂഗിൾ ശരി, ഏതായാലും UDFന്റെ അനുകൂല ഘടകങ്ങൾ LDFന് എവിടെയാണ് പിടിച്ചതെന്നൊക്കെ പരിശോധിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് 2021 നിന്ന് 2025 ഉണ്ടായ മാറ്റങ്ങൾ പലതാണ് നിലമ്പൂരിൽ.